എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ജോയൽ. ഞാൻ കൊച്ചി പള്ളുരുത്തിയിൽ സെൻറ്റ് ജോസഫ് ചിറക്കൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2026 8 മാർച്ചിലാണ്. ഞാൻ അതിനു മുമ്പേ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ചൊവ്വാഴ്ചയിലെ മരിയൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ആദ്യമായി അമ്മയുടെ അനുഗ്രഹം ലഭിച്ചത് നവംബർ 25 ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്താണ്. നമ്മളെല്ലാവരും ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ നടത്താറുണ്ട്. ക്രെഡിറ്റ് കാർഡ് വെച്ചൊക്കെ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്. ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവണമെന്നാണെങ്കിൽ ലാസ്റ്റ് ഒരു OTP പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഏജൻസി ആപ്ലിക്കേഷൻ്റെ ഫീ അടക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും OTP ഒന്നും വന്നിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് അവരെനിക്ക് പാസ്വേഡും ID ഒക്കെ തന്നു. എന്നോടും കൂടി കയറി ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഞാനും വീട്ടിൽ നിന്ന് കുറേ പ്രാവശ്യം ചെയ്തു, പക്ഷേ വർക്കൊന്നും ആയില്ല. അതിനുശേഷം അമ്മ എൻ്റെ കയ്യിൽ അമ്മയുടെ കാശ് രൂപം തന്നിട്ട് പറഞ്ഞ് ചേച്ചിയുടെ അടുത്ത് കൂടെ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്തു നോക്കാൻ പറഞ്ഞു. ഞാൻ 2 വട്ടം ചെയ്തു നോക്കി, എന്നിട്ടും OTP ഒന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അമ്മേനോട് കൈ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞ്, അമ്മ ഇതിനി വന്നില്ലെന്നാണെങ്കിൽ എനിക്കിനി ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെന്നില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ 3ാമതൊന്നും കൂടി ട്രൈ ചെയ്തു, പക്ഷെ അപ്പോഴും ഒന്നും വന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ മതിയായി ആ പേജ് ബാക്ക് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജിലോട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ പേജ് റീലോഡായി. യുവർ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വന്നു. OTP ഒന്നും ഞാൻ അതിൽ എൻ്റർ ഒന്നും ചെയ്തില്ല, പക്ഷേ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി. അതാണ് എനിക്ക് ആദ്യമായിട്ട് അമ്മയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം. അത് കഴിഞ്ഞ് തുടർച്ചയായി എൻ്റെ ഈ ജർമ്മനിയിലേക്ക് പോകാനുള്ള എല്ലാ ആവശ്യങ്ങളും ചൊവ്വാഴ്ചകളിലാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. പ്രധാനമായും ലോൺ ആപ്ലിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചൊവ്വാഴ്ചയാണ് കിട്ടിയത്. ഇതിൽ എൻ്റെ ലോണിലുണ്ടായ എല്ലാ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ടും അതേപോലെ യൂണിവേഴ്സിറ്റി പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി കുറച്ച് തുക ഏജൻസി ഫീ ഒക്കെ അടക്കാനായിട്ട് ഞങ്ങൾ ലോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ എമൗണ്ട് നമുക്ക് എടുക്കാനായിട്ട് അധികാരമൊന്നും ഉണ്ടായില്ല. ലോൺ ആരാണോ പ്രൊവൈഡ് ചെയ്തത് അവർക്ക് മാത്രമേ ആ എമൗണ്ടിൽ അധികാരമൊക്കെ ഉണ്ടായുള്ളൂ. സോ നമുക്കതിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാനപ്പോൾ എനിക്കത് കിടന്നു വെച്ചാൽ ബാങ്കിൽ ഇപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ലോൺ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് മാത്രമേ ആ ലോൺ നമുക്ക് ഗ്രാൻറ്റ് ചെയ്ത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ആക്കി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത മാനേജറിനെയൊക്കെ വീട്ടിൽ നിന്ന് കുറേ പ്രാവശ്യം കോൺടാക്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടും കോൺടാക്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാനിവിടെ വീട്ടുകാരോടൊപ്പം വന്ന് കുറേ നേരം അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ജപമാലയൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് നിന്നിട്ടാണ് ഞാൻ മാനേജറിനൊന്നും കൂടി കോൺടാക്റ്റ് ചെയ്തത്. പുള്ളി കോൾ എടുത്ത് അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞൊരു റിക്വസ്റ്റ് മെയിൽ അയക്ക്, നമുക്കത് കഴിഞ്ഞിട്ട് ഡെബിറ്റ് റിലീസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ പോകുന്ന ആ സ്റ്റേജിൻ്റെ സ്റ്റെപ്പിലിരുന്നിട്ടാണ് ഞാൻ ആ മെയിൽ അയച്ചത്. അന്ന് രാത്രി തന്നെ എനിക്ക് പുള്ളി റിപ്ലൈ മെയിലായിട്ട് ഡെബിറ്റ് റിലീസ് ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നു. അങ്ങനെ ഞാൻ ആ ഡെബിറ്റ് റിലീസിന് അപ്ലൈ ചെയ്തു. പിറ്റേന്ന് ഒരു ഉച്ചയായപ്പോഴേക്കും എനിക്ക് ആ ലോൺ എമൗണ്ട് പാസ്സായി വരികയും അതുമൂലം ഏജൻസി ഫീ ഒക്കെ അടച്ച് എൻ്റെ വിസ ആപ്ലിക്കേഷൻ എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റി. ബാംഗ്ലൂരിലായിരുന്നു ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. വിസക്ക് പോണതിന് മുമ്പ് അച്ഛനെ കാണാൻ ഞാൻ വന്നായിരുന്നു, പക്ഷെ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അസിസ്റ്റൻറ്റ് ഫാദറിനെയാണ് ഞാൻ കണ്ടത്. അന്ന് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ചിട്ടാണ് പോയത്. പോണതിന് മുമ്പ് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായി, അമ്മേ എനിക്ക് വിസ അപ്രൂവായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും വേഗത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിസ ഓഫീസിൽ പോയി വിസയുടെ ആപ്ലിക്കേഷനൊക്കെ എല്ലാം വെച്ചു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത് മിനിമം 2 ആഴ്ചയെങ്കിലും പിടിക്കുമെന്നാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മനിലോട്ടുള്ള വിസക്ക് ഡേറ്റ് കിട്ടാനും അതേപോലെ വിസ അപ്രൂവായി വരാനൊക്കെ നല്ല ഡിലേയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവർ 2 ആഴ്ച പറഞ്ഞിട്ടും എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ വിസ അപ്രൂവ്ഡായിട്ട് വന്നു. അങ്ങനെ അതുമൂലം ഞാൻ മാർച്ച് 8 തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു പ്രധാന നിയോഗമായിരുന്നു, എനിക്ക് അവിടെ താമസ സൗകര്യമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റിയുടെ ഡോമിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
വിസയും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിസയൊക്കെ അയച്ചിട്ട് അവർക്ക് ഒരു മെയിൽ അയച്ചായിരുന്നു. പക്ഷേ അവർ അപ്പോൾ എനിക്ക് റിപ്ലൈ ഇട്ടത് അവിടെ റൂമൊന്നും അവൈലബിൾ അല്ല, കഴിഞ്ഞ വിൻ്റർ സെമസ്റ്റർ തൊട്ടുള്ള പിള്ളേർക്ക് ഇനി റൂം കൊടുക്കാനുണ്ട്, അതുകൊണ്ട് തേർഡ് പാർട്ടി ആയിട്ട് ചിലപ്പോൾ നോക്കേണ്ടി വരും എന്നുള്ള രീതിക്കാണ്, ഒരു നെഗറ്റീവായിട്ടുള്ള രീതിക്കാണ് എനിക്ക് റിപ്ലൈ തന്നത്. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും ഡൗൺ ആയി. എന്നിട്ട് ഞാൻ പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 10-ാം തീയതിക്കുള്ളിൽ ഒരു റൂം എങ്ങനെയെങ്കിലുമൊക്കെ അമ്മ സംഘടിപ്പിച്ച് തന്നുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മെയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ തേർഡ് പാർട്ടിയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ കിട്ടണ റൂമെല്ലാം അവർക്ക് ഇൻ പേഴ്സൺ ഡയറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മുടെ റൂം നമുക്ക് ലീസ് എഗ്രിമെൻറ്റ് ചെയ്ത് തരുള്ളൂ എന്നാണ് എനിക്ക് എല്ലാ മെയിലിലും റിപ്ലൈ വന്നത്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ 10-ാം തീയതി ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും എനിക്ക് പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡോമിൽ എനിക്ക് ഓഫർ കിട്ടുമെന്ന്. പക്ഷേ യൂണിവേഴ്സിറ്റി ഡോമിൽ നിന്ന് എനിക്കൊരു ഓഫർ വന്നു. അതൊരു 2% ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു €380 നമ്മളവിടെ ഡെപ്പോസിറ്റ് കെട്ടണമായിരുന്നു, എന്നാലേ നമുക്ക് ആ റൂം ബുക്ക്ഡായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ അത് 4 ദിവസത്തിനുള്ളിൽ ചെയ്യണമായിരുന്നു. എനിക്ക് 10-ാം തീയതിയാണ് വന്നത്. 14-ാം തീയതിക്കുള്ളിൽ ഈ പേയ്മെൻറ്റൊക്കെ ചെയ്യണമായിരുന്നു. ഞാൻ 12-ാം തീയതി പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അന്ന് രാത്രി എനിക്ക് ആ ഡോമെട്രി ടീമിൻ്റെ കയ്യിൽ നിന്നൊരു റിപ്ലൈ മെയിൽ വന്നു. ഓഫർ വന്നതൊരു മിസ്റ്റേക്ക് കാരണമാണ്, അതുകൊണ്ട് അവരത് തിരിച്ചെടുക്കുകയാണെന്നും പറഞ്ഞായിരുന്നു ആ മെയിൽ. അപ്പോഴേക്കും നമ്മൾ പൈസ അയക്കുകയും പൈസ അവിടെ റീച്ച് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മെയിൽ കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ടും സങ്കടപ്പെടുകയും ഭയങ്കരമായിട്ടും ഡൗൺ ആയിപ്പോയി. എനിക്കാണെങ്കിൽ വീട്ടിലെന്ത് പറയണമെന്നും അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ അമ്മേനോട് പ്രാർത്ഥിച്ചു, അതുപോലെ ബൈബിൾ വായിച്ചു. 1 പത്രോസ് 5:6 എന്നുള്ള വചനം തുടർച്ചയായി വായിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആശ്വാസം കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ഒരു റിപ്ലൈ മെയിൽ ഇട്ടു. ഞാൻ ഇന്നപോലെ ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് അയച്ചിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ ഇപ്പോൾ തന്ന ഓഫർ എനിക്ക് തന്നെ തിരിച്ച് തന്നെ, അല്ലെന്നാണെങ്കിൽ വേറൊരു ഓഫർ തന്നെ ഒന്നും പറഞ്ഞായിരുന്നു ഞാൻ ആ മെയിൽ അയച്ചത്. പിറ്റേന്ന് രാവിലെ തന്നെ എനിക്ക് ആ മെയിലിനൊരു റിപ്ലൈ മെയിലായിട്ട് പുതിയൊരു ഓഫർ വന്നു. ആ ഓഫർ ലെറ്റർ അമ്മ എനിക്ക് എൻ്റെ ദർശനത്തിൽ തന്നായിരുന്നു. പഴയ ഓഫർ ലെറ്ററിൽ റൂം നമ്പർ 2 എന്നുള്ളതും, പഴയ ഓഫർ ലെറ്റർ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പുതിയ ഓഫർ ലെറ്റർ എങ്ങനെയാണ് ഉള്ളതെന്ന് എനിക്കറിയായിരുന്നു. പഴയതിൽ റൂം നമ്പർ 2ഉം അഡ്രസ്സ് വേറ്റർ സ്ട്രീറ്റ് 54 ആയിരുന്നു. ഇതിൽ പുതിയതിൽ റൂം നമ്പർ 500 സംതിങ് ആണെന്നുള്ളത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ക്ലിയർ ആയില്ല. പക്ഷേ അഡ്രസ്സിലുള്ള സെയിം അഡ്രസ്സായിരുന്നു, വാട്ടർ സ്ട്രീറ്റ്സ്, പക്ഷേ നമ്പർ വേറെ ആയിരുന്നു, 66. ആ 66 എന്നുള്ള നമ്പർ ഞാൻ ആ സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ എണീറ്റ് അതിന് രാവിലെ അതൊന്നും എനിക്ക് ഓർമ്മയുണ്ടായില്ല. പക്ഷേ ഈ പുതിയ എഗ്രിമെൻറ്റ് വന്നു. ഞാൻ ആ മെയിൽ ഓപ്പൺ ചെയ്തു, എഗ്രിമെൻ്റ് എടുത്ത് നോക്കിയപ്പോഴേക്കും സെയിം അതേ അഡ്രസ്സായിരുന്നു അതിനകത്ത് കിടന്നു വെച്ചത്. അമ്മ എനിക്കായിട്ട് കൊണ്ടുവന്ന ഒരു റൂമായിരുന്നത്. അതും ആദ്യം ലഭിച്ചതിനേലും വളരെ നല്ല റൂമും ഒറ്റക്കുള്ളൊരു റൂമുമായിരുന്നു. എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഒറ്റക്കായിരുന്നു അതിനകത്ത്. പിന്നെ ഞാൻ മാർച്ച് 30-ന് ജർമ്മനിയിലേക്ക് പോവുകയാണ്. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനായിട്ടാണ്. എനിക്ക് ഈ തന്ന കോഴ്സ് അമ്മ തന്നെ സെലക്ട് ചെയ്ത് തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ കൂടെ ആ കോഴ്സിന് തന്നെ അപ്ലൈ ചെയ്ത പല പിള്ളേർക്കും ആ ഫീ പേയ്മെൻ്റ് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ ഒരു OTP പോലും കൊടുക്കാതെ എനിക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാനും അങ്ങനെ കിട്ടിയ ഓഫർ ലെറ്ററും പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ എൻട്രി ലെവൽ എക്സാമിനേഷനൊക്കെ പാസ്സാവാൻ പറ്റി. അതും ആ എൻട്രി ലെവൽ എക്സാമിനേഷൻ ഞാൻ അറ്റൻഡ് ചെയ്തത് ഒരു ചൊവ്വാഴ്ചയാണ്. പിറ്റേന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്ററും ലഭിച്ചായിരുന്നു. ഈ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഈശോയിൽ നിന്ന് എൻ്റെ അമ്മയാണ് വാങ്ങിത്തന്നത്. അതിന് ഞാൻ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് പത്രം വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യാലയത്തിൽ സന്ദർശിക്കാറുണ്ട്. അവിടെ സ്ത്രീകളാണ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അവരെ അങ്ങനെയുള്ള സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ സിസ്റ്റേഴ്സിനെയൊക്കെ ഇങ്ങനെ അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ എടുത്തു വെക്കാനും കാര്യങ്ങളിലൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ നോക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി അവരെ സന്ദർശിക്കാറുണ്ട്, അവരോടൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മരിയൻ ധ്യാനം
കൂടുകയും അത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും, എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും കുർബാന കൂടാറുണ്ട്. പിന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എല്ലാ മാസത്തിലും ഒരിക്കലും ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ കൊന്ത ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും രാത്രി കിടന്നുറങ്ങുന്നത്. അത് എത്ര വൈകിയാലും കൊന്ത ചൊല്ലി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു ഞാൻ. ഈശോയും അമ്മയും കൂടി ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയും. എത്ര നന്ദി പറഞ്ഞാലും മതിയാത്ത വിധം ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെയോർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 16-ാം വചനമാണ്. ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചപ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മോശ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം ഇതാണ്: ദൈവ സാന്നിധ്യമില്ലാത്ത യാത്ര വിജയകരമല്ല എന്നാണ്. വാഗ്ദത്ത ദേശം, വിജയം, അനുഗ്രഹം, ജോലി, വിദ്യാഭ്യാസം, ഇവയേക്കാളൊക്കെ വിലപ്പെട്ടത് ദൈവം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. മോശ പറഞ്ഞത്, കർത്താവേ, നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തമാവൂ എന്നാണ്. നമ്മൾ പല കാര്യങ്ങൾക്കായിട്ടാണ് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. ജോലി ലഭിക്കാനും, വിദേശത്ത് പോകാനുള്ള അവസരത്തിനായും, വീട് വയ്ക്കാനും, അങ്ങനെ പല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. വചനം പറയുന്നത്, ദൈവം കൂടെയില്ലെങ്കിൽ വിജയം ശൂന്യമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഏത് പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവസാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും മോശയെപ്പോലെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി ആ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുവാനായിട്ട് കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകൻ ജോയൽ നമ്മളോട് ഷെയർ ചെയ്തത്, ആദ്യം ഉടമ്പടി എടുക്കാതിരുന്ന ദിവസങ്ങളിൽ സ്വന്തം അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടിയിൽ ചേർന്ന് നിന്ന്, അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടിയിലെ നിബന്ധനകളനുസരിച്ച് ജീവിക്കുമായിരുന്നു എന്നാണ്. പിന്നീടാണ് സ്വന്തം അനുഭവത്തിലൂടെ ഈ മകൻ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് മകൻ്റെ ഓരോ കാര്യങ്ങളും മകൻ തന്നെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും എന്ത് പ്രശ്നമുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും ഉടമ്പടി മക്കൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ മകൻ പ്രാർത്ഥിച്ചതുപോലെ ഓരോ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഓരോ സ്വപ്നത്തിൽ കൂടെ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയെ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾക്ക് കഴിയട്ടെ. ഈശോയെ അമ്മയെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജോയലിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.